പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനം ഇന്ന് രാത്രിയിലും പ്രഘോഷിപ്പാൻ വിശ്വസനെണ്ണി എന്നെ നിർത്തിയിരിക്കുന്ന സർവ്വകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട്, ഇത് ഒരു പാട്ടല്ല, ഇത് ദൃശ്യമണ്ഡലത്തിന്റെ അതിരുകൾ കടക്കുന്ന ഒരു പ്രവചനമാണ്. നീ ദൈവത്തോട് ഒപ്പം ഇരിക്കുന്ന നിമിഷം അദൃശ്യമണ്ഡലത്തിൽ ദൈവം നിന്റെ പക്ഷം പിടിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ദൃശ്യമണ്ഡലത്തിൽ ഞാൻ നിന്നോടൊപ്പം ഇരിക്കുമ്പോൾ അദൃശ്യമണ്ഡലത്തിൽ നീ എന്നോടൊപ്പം ഇരിക്കുന്നു. കണ്ണുകൾ കാണാത്ത വഴികളിൽ നിന്റെ കൈകൾ എന്നെ നയിക്കുന്നു. താൽക്കാലികമായതല്ല ഞാൻ നോക്കുന്ന വിവിധ്യമായി, വാഗ്ദത്തങ്ങളിലേക്കാണ് എന്റെ ദൃഷ്ടി. കണ്ണീർ വീഴുന്ന രാത്രികളിൽ നിന്റെ സന്നിധി എനിക്ക് പ്രകാശമാണ്. ലോകം വിട്ടുപോയാലും നീ വിട്ടുപോകില്ല, ഭൂമി മാറിയാലും നിന്റെ വചനം മാറില്ല. കാണാത്ത സൈന്യങ്ങൾ എന്നെ ചുറ്റി നിൽക്കുന്നു, നീ എന്റെ പക്ഷത്ത് ഇരിക്കുന്നതു കൊണ്ട്. ദൃശ്യമണ്ഡലം വിറച്ചാലും ഞാൻ ഭയപ്പെടില്ല, അദൃശ്യമണ്ഡലത്തിൽ നീ രാജാവായി വാഴുന്നു. ഒരിക്കൽ കൂടെ ആ പാട്ട് ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൃശ്യമണ്ഡലത്തിൽ ഞാൻ നിന്നോടൊപ്പം ഇരിക്കുമ്പോൾ അദൃശ്യമണ്ഡലത്തിൽ നീ എന്നോടൊപ്പം ഇരിക്കുന്നു. കണ്ണുകൾ കാണാത്ത വഴികളിൽ നിന്റെ കൈകൾ എന്നെ നയിക്കുന്നു. താൽക്കാലികമായതല്ല ഞാൻ നോക്കുന്ന വിവിധ്യമായി, വാഗ്ദത്തങ്ങളിലേക്കാണ് എന്റെ ദൃഷ്ടി. കണ്ണീർ വീഴുന്ന രാത്രികളിൽ നിന്റെ സന്നിധി എനിക്ക് പ്രകാശമാണ്. ലോകം വിട്ടുപോയാലും നീ വിട്ടുപോകില്ല, ഭൂമി മാറിയാലും നിന്റെ വചനം മാറില്ല. കാണാത്ത സൈന്യങ്ങൾ എന്നെ ചുറ്റി നിൽക്കുന്നു, നീ എന്റെ പക്ഷത്ത് ഇരിക്കുന്നതു കൊണ്ട്. ദൃശ്യമണ്ഡലം വിറച്ചാലും ഞാൻ ഭയപ്പെടില്ല, അദൃശ്യമണ്ഡലത്തിൽ നീ രാജാവായി വാഴുന്നു. ഹല്ലേലൂയ. ഇരുന്നവനും ഇരിക്കുന്നവനും ആദിയും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ നിസ്തുലനായ യേശു കർത്താവിന്റെ നാമത്തിൽ സ്വദേശത്ത് വിദേശത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇന്ന് രാത്രി ഈ ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവർക്കും ക്രിസ്തീയ വന്ദനം ചൊല്ലിക്കൊണ്ട് ദൈവം ഇന്ന് രാത്രി എന്നെ ഫലമേൽപ്പിച്ച
ദൈവവചന ശുശ്രൂഷയ്ക്കായി സമയങ്ങൾ വേർതിരിക്കുകയാണ്. ഒരുപക്ഷെ ചിലർ ചോദിക്കാം, എന്തിനാണ് ഈ പാട്ട് വീണ്ടും ആമേൻ കേൾപ്പിക്കുവാൻ ഇടയായത്? ഒരു കാര്യം ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ. ഹല്ലേലൂയ. ആമേൻ. ദൃശ്യമണ്ഡലത്തിന്റെ അതിരുകൾ കടക്കുന്ന ഒരു പ്രവചന ശബ്ദം ആമേൻ ഇന്ന് രാത്രി നിങ്ങളുടെ കാതുകളിൽ ദൈവം കേൾപ്പിക്കുവാൻ പോകുകയാണ്. ഈ പകലിൽ ആ ശബ്ദം എനിക്ക് കേൾക്കുവാൻ ഇടയായി. ആമേൻ. അത് ഇന്ന് രാത്രി ആമേൻ അതേ ജീവിതങ്ങളിൽ ആമേൻ കേൾക്കുകയല്ല, അതിന്റെ ആമേൻ പ്രവൃത്തി അനുഭവിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ആമേൻ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് അനുകൂലമായി ചലിക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേർ ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുന്നു? ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ജീവിക്കുന്ന ലോകം ദൃശ്യമണ്ഡലം ആണ്. ഹല്ലേലൂയ. കണ്ണുകൊണ്ട് കാണുന്ന, കൈകൊണ്ട് സ്പർശിക്കുന്ന ലോകം. ഹല്ലേലൂയ. പക്ഷേ ദൈവത്തിന്റെ വചനം ഒരു സത്യം നമ്മോട് വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ നാം പ്രാരംഭമായി വായിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന വേദഭാഗം കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 18-ാം വാക്യമാണ്. അതിപ്രകാരമാണ് നാം വായിക്കുന്നത്: കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 18-ാം വാക്യമാണ് ഇന്ന് രാത്രി ആമേൻ നാം വായിപ്പാനിടയായി തീർന്നത്. ഹല്ലേലൂയ. വായിച്ചാൽ ഹല്ലേലൂയ. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ കാണുന്നതെല്ലാം താൽക്കാലികമാണ്, മായയാകുന്ന ഈ ലോകം. ആമേൻ. അതേ പാട്ടുകാരൻ ഇങ്ങനെ എഴുതി വരികൾ: മായയാമി ലോകം മാറും നിഴൽ പോലെ, മാറും മണ്ണ ദേഹം ജീവൻ പോയിടും, ആനന്ദത്താൽ ജീവിതം മനോഹരമാക്കണ്ടേ എന്നു നിനക്കല്ലേ ഇതു നശ്വരമാണ്, എന്നു നിനക്കല്ലേ ഇതു നശ്വരമാണ്, മായയാമി ലോകം മാറും നിഴൽ പോലെ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് നാം കാണുന്നതെല്ലാം ആമേൻ താൽക്കാലികമാണ്. ആമേൻ. നമ്മൾ കാണാത്തത് നിത്യവും ശക്തവുമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലെ ആമേൻ ദൈവവചന സന്ദേശം. ഹല്ലേലൂയ. ആമേൻ. പ്രിയ ശ്രോതാക്കളെ, എന്റെ പ്രിയപ്പെട്ടവരെ, മാതാവേ, പിതാവേ, കുഞ്ഞെ, സഹോദര, സഹോദരി, അഭിഷക്തനെ, നാം കാണുന്നത് താൽക്കാലികമാണ്. ആമേൻ. നമ്മൾ കാണാത്തത് നിത്യവും ശക്തവുമാണ്. ഹല്ലേലൂയ. ഇന്നത്തെ പ്രശ്നങ്ങൾ, ഇന്നത്തെ അടഞ്ഞ വാതിലുകൾ, ഹല്ലേലൂയ, ഇന്നത്തെ കണ്ണീർ, ആമേൻ, എല്ലാം ദൃശ്യമണ്ഡലത്തിലാണ്. ഹല്ലേലൂയ. പക്ഷേ അവയുടെ ഉത്തരങ്ങൾ അദൃശ്യമണ്ഡലത്തിലാണ്. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ചാട്ട് ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ മാനുഷിക വാക്കുകൾ കേൾക്കുവാനല്ല, ആമേൻ, അവിടുത്തെ ശബ്ദം ആമേൻ കേൾക്കുവാൻ അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. ദൃശ്യമണ്ഡലത്തിലെ എല്ലാ ആമേൻ ശ്രദ്ധകളും ഇപ്പോൾ അടച്ച് ആമേൻ അദൃശ്യ മണ്ഡലത്തിന്റെ വാതിൽ ഞങ്ങൾക്കായി തുറന്നു തരണമേ. ഈ ലോകം നൽകാത്ത സമാധാനവും ഈ ലോകം നൽകാത്ത സന്തോഷവും ഇന്ന് രാത്രി ആമേൻ ആവശ്യഭാരത്തോടായിരിക്കുന്നവരുടെ ജീവിതങ്ങളിൽ വെളിപ്പെടുവാൻ സ്വർഗമിടയാക്കണമേ. രോഗികൾ സൗഖ്യമാകട്ടെ, പാപികൾ മനം തിരിയട്ടെ, പിന്മാറ്റക്കാർ മടങ്ങി വരട്ടെ, നിത്യതയെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടുള്ളവരായി മാറട്ടെ. അദൃശ്യമണ്ഡലത്തിന്റെ വാതിലുകൾ ഇന്ന് രാത്രി ഞങ്ങൾക്കായി തുറന്നു തരണമേ.
ഞങ്ങൾക്കായി കാൽവറിയിൽ ജീവൻ അർപ്പിച്ച പുനേഷു കർത്താവിന്റെ നാമത്തിൽ താഴ്മ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ നാം ആമേൻ വചനത്തിന്റെ വെളിപ്പാടില് ആമേൻ സഞ്ചരിക്കുവാൻ പരിശുദ്ധാത്മാവ് ആമേൻ നമ്മെ സഹായിക്കും, നമ്മെ ബലപ്പെടുത്തും. ഹല്ലേലൂയ. അതേ സങ്കീർത്തനം 91:1 ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണല്ലോ സങ്കീർത്തനം 91:1. ആമേൻ ഇപ്രകാരമാണ് വായിക്കുന്നത്. അത്യുന്നതന്റെ ആമേൻ എന്ന് വെച്ചാൽ പരമോന്നതനായവന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിന്റെ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. ആമേൻ. ഹല്ലേലൂയ. പരമോന്നതന്റെ മറവിൽ പാർക്കുന്നവൻ, സർവശക്തന്റെ നിഴലിൽ വസിക്കുന്നവൻ, അല്ലേ? ആമേൻ. പാർക്കുന്നവൻ, ആമേൻ, വസിക്കും. ഹല്ലേലൂയ. ഇത് സന്ദർശനമല്ല, ആമേൻ, താമസമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നമ്മള് ഇങ്ങനെ വിനോദയാത്രയ്ക്കൊക്കെ പോകുന്നത് പോലെ ഇടയ്ക്ക് പോയി ആമേൻ അല്ലെ വിസിറ്റിംഗ് നടത്തി പോരുന്ന ഒരു കാര്യമല്ല. പരമോന്നതനായ സർവശക്തനായ അത്യുന്നതനായ ആമേൻ ദൈവത്തിന്റെ ചിറകിന്റെ കീഴിൽ വായിച്ചേ. ഹല്ലേലൂയ. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. ഹല്ലേലൂയ. അപ്പോ ആമേൻ ഇതൊരു സന്ദർശനം അല്ല, പിന്നെന്താ? താമസമാണ്. ഹല്ലേലൂയ. നീ ഹല്ലേലൂയ ദൈവ സന്നിധിയിൽ പാർക്കുമ്പോൾ ഹല്ലേലൂയ അദൃശ്യ മണ്ഡലത്തിൽ സംരക്ഷണം ആമേൻ പ്രവർത്തിക്കും. ഹല്ലേലൂയ. ആമേൻ. സങ്കീർത്തനം 34:7 വായിക്കുമ്പോൾ യഹോവയുടെ ദൂതൻ തന്നെ ഭയപ്പെടുന്നവരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു എന്നാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവസഭയുടെ അംഗമായി ആമേൻ ഭൂമിയിൽ കാണുന്ന ഏതെങ്കിലും ഒരു സെറ്റപ്പിന്റെ കാര്യമല്ല പറയുന്നത്. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ നാഥൻ സ്ഥാപിച്ച സഭയുടെ അംഗമാണെങ്കിൽ യഹോവയുടെ ദൂതൻ തന്നെ ഭയപ്പെടുന്നവരുടെ ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു. ഹല്ലേലൂയ. വായിച്ചാട്ടെ. യഹോവയുടെ ദൂതൻ അവരുടെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. ഇന്ന് രാത്രിയിലും ആ വിടുവിക്കുന്ന ദൈവം ഹല്ലേലൂയ തന്റെ ദൂതന്മാരെ നിനക്ക് വേണ്ടി അയക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേർ ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. ആമേൻ. യഹോവയുടെ ദൂതൻ ആമേൻ ആമേൻ തന്നെ ഭയപ്പെടുന്നവരുടെ ചുറ്റും. ആമേൻ. ഇന്ന് രാത്രി ദൈവത്തെ നീ ഭയക്കുന്നുണ്ടോ? ആമേൻ. ദൈവവചനത്തെ നീ ഭയപ്പെടുന്നുണ്ടോ? ഹല്ലേലൂയ. ആമേൻ. ദൈവവചനപ്രകാരം ആമേൻ വിശുദ്ധിക്ക് വേണ്ടി വിശ്വാസത്തിനു വേണ്ടി ഉറപ്പോടെ നിൽക്കുന്ന നിനക്ക് വേണ്ടി ആമേൻ ദൂതനെ അയക്കുന്ന ദൈവം. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തെ ഭയപ്പെടുന്ന ആമേൻ ഒരു ദൈവ പൈതലിന്റെ ചുറ്റും പാളയം ഇറങ്ങി അതെ അവരെ വിടുവിക്കുന്ന ദൈവം. ഇന്ന് പകലിലും ആമേൻ ഞാൻ എന്റെ കണ്ണുകൊണ്ട് ആമേൻ 35 വയസ്സ് പ്രായമുള്ള ഒരു യൗവനക്കാരൻ അതെ ആക്സിഡന്റിൽ ആമേൻ തകർന്നു പോയി. അത് കണ്ട് ആമേൻ എന്റെ ഹൃദയം പടഞ്ഞു. ആമേൻ. ശരീരം ആമേൻ അതെ തകർന്ന് ആമേൻ അതെ മാംസ കഷണങ്ങൾ ആമേൻ തെറിച്ച് ആമേൻ അതെ ആ രൂപമല്ലാത്ത നിലയിൽ തിരിച്ചറിയുവാൻ പറ്റാത്ത നിലയിൽ ആമേൻ വഴിയിൽ തകർന്നു പോയി. ഹല്ലേലൂയ. നോക്കണമേ, യഹോവയുടെ ദൂതൻ തന്നെ ഭയപ്പെടുന്നവരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ എന്ത് ചെയ്യുന്നു? വിടുവിക്കുന്നു. ഒരുപക്ഷെ ചോദിക്കും, ഈ ഭയപ്പെടുന്നവരും ഇതുപോലെ തകർന്നു പോകുന്നില്ലേ? ഹല്ലേലൂയ.
ആമേൻ അതേ ദർശമണ്ഡലത്തിൽ നീ ഒറ്റയ്ക്കായാലും ഹല്ലേലൂയ ഇന്ന് രാത്രി ആമേൻ പരിശുദ്ധാത്മാവ് പറയുന്നു ദൃശ്യമാകുന്ന ആമേൻ കണ്ണുകൊണ്ട് കാണത്തക്ക വിധത്തിലുള്ള ഭൂമിയുടെ പരപ്പിൽ ആമേൻ നീ ഒറ്റയ്ക്കായിരുന്നാലും ഇന്ന് രാത്രി ഏതോ മരുഭൂമിയുടെ അനുഭവത്തിലായിരിക്കാം, ഏതോ തീച്ചൂളയുടെ അനുഭവത്തിലായിരിക്കാം, ആമേൻ ഏതോ ആമേൻ ചെങ്കടലിന്റെ മുമ്പിലായിരിക്കാം, ആമേൻ ഏതോ യോർദാന്റെ അനുഭവത്തിലായിരിക്കാം, ഒരുപക്ഷെ ആമേൻ അതെ ആ പൊട്ടക്കിണറ്റിൽ ആമേൻ യോസേഫ് ആയിരുന്നത് പോലെ ആയിരിക്കാം, ഒരുപക്ഷെ പത്മോസിന്റെ ഏകാന്തതയിലായിരിക്കാം, ആമേൻ ആമേൻ ദൃശ്യമണ്ഡലത്തിൽ നീ ഒറ്റയ്ക്കായാലും അദൃശ്യമണ്ഡലത്തിൽ നീ ഒരിക്കലും ഒറ്റയ്ക്കല്ല, ഒറ്റയാളല്ല, നിന്നോട് കൂടെ ഇരിക്കുന്ന ഒരുവനുണ്ട്. ഇന്ന് രാത്രി അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ എന്നോട് ചേർന്ന് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ ആമേൻ. അതെ എന്താണ് പ്രിയമുള്ളവരെ ആമേൻ ക്രിസ്തുവിൽ ഉള്ളവരുടെ പ്രത്യാശ. ഹല്ലേലൂയ ആമേൻ. റോമാർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 13-ാം വാക്യത്തിൽ ആമേൻ അതെ ഒരു ഉറപ്പ്. ഹല്ലേലൂയ എന്താ ഉറപ്പ്? പ്രത്യാശ നൽകുന്ന ദൈവം, പ്രത്യാശയുടെ ഉറവിടമാകുന്ന ദൈവം. ഹല്ലേലൂയ ആമേൻ. റോമാലേഖനം 15-ാം അധ്യായം ഹല്ലേലൂയ 13-ാം വാക്യം ആമേൻ ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ്. ഹല്ലേലൂയ ഇന്ന് രാത്രി നീ ഒറ്റയ്ക്കല്ല കേട്ടോ. ആമേൻ നീ ഏത് രാജ്യത്തായിരുന്നാലും, ഏത് ഗ്രാമത്തിലായിരുന്നാലും, ഏത് പട്ടണത്തിലായിരുന്നാലും, ഏത് തെരുവിലായിരുന്നാലും, ആമേൻ ദാനിയേൽ ഒറ്റയ്ക്കായിരുന്നു. ആമേൻ അവരെ കാണുന്നവർക്ക് തോന്നിയത് അവൻ ഒറ്റയ്ക്കാണെന്ന്. ആമേൻ അതെ ഗോലിയാത്ത് ആമേൻ ബാലനായ ദാവീദിനെ ആമേൻ അതെ നോക്കി പറഞ്ഞു, നീ ഒരു നായ എറിയാൻ വരുന്നത് പോലെ. കാരണം ഗോലിയാത്തിന്റെ കണ്ണിൽ ആമേൻ ദാവീദ് ഒറ്റയ്ക്കായിരുന്നു. ആമേൻ അവൻ ദൃശ്യമണ്ഡലത്തിൽ ഒറ്റയ്ക്ക, എന്നാൽ അദൃശ്യമണ്ഡലത്തിൽ അവനോട് കൂടെ ആയിരിക്കുന്നവനെ കണ്ടിട്ട് പറയുകയാണ്, നിങ്ങൾ ആമേൻ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. ഇന്ന് രാത്രി ആമേൻ അതേ ദൃശ്യമണ്ഡലത്തിലല്ല അദൃശ്യമണ്ഡലത്തിൽ ഹല്ലേലൂയ ആമേൻ നമ്മോട് കൂടെ ആയിരിക്കുന്ന ആ ദൈവ സാന്നിധ്യത്തെ ആമേൻ തിരിച്ചറിയുന്നവർ ഹല്ലേലൂയ കരമുയർത്തി കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. വായിച്ചു. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. ആമേൻ. പ്രത്യാശയുടെ ദൈവം വിശ്വാസത്തിൽ നിങ്ങൾ സമ്പൂർണമായ സന്തോഷവും ആമേൻ സമാധാനവും കൊണ്ട് ആമേൻ നിറയ്ക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ നമ്മെ സമാധാനം കൊണ്ട് നിറയ്ക്കുന്നവർ, നമ്മെ സന്തോഷം കൊണ്ട് നിറയ്ക്കുന്നവർ. ഹല്ലേലൂയ. എങ്ങനെ? സമ്പൂർണമായി. ഹല്ലേലൂയ. എങ്ങനെ? പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ. ഹല്ലേലൂയ. ആമേൻ. ഈ പ്രത്യാശ ഇല്ലാതാകുമ്പോഴാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? തകരുന്നത്. ഹല്ലേലൂയ. ലോകത്തിൽ അനേകം തകർന്നു പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ പ്രത്യാശ ഇല്ലാത്തത് കൊണ്ടാണ്. ഒന്നും കൂടെ വായിച്ചേ. പ്രത്യാശയുടെ ദൈവം. ഓ ഇന്ന് രാത്രി ആമേൻ ശ്രദ്ധിച്ച് കേൾക്കണം. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം. ആമേൻ. ആരാണ് പ്രത്യാശ നൽകുന്നത്? ആമേൻ ദൈവമാണ്. ദൈവം ആരെന്ന് അറിഞ്ഞ് ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, ഇന്ന് രാത്രി സന്തോഷിക്കാൻ വകയുണ്ട്. നമ്മുടെ ദൈവം ആമേൻ പ്രത്യാശ നൽകുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആ ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ, ഓ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി. എങ്ങനെ? സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. ഹല്ലേലൂയ. അപ്പൊ പ്രത്യാശ ഇല്ലാതെ ആകുമ്പോഴാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? തകരുന്നത്. ഹല്ലേലൂയ. വിശ്വാസം അതേ മങ്ങും. പക്ഷേ ദൈവം പറയുന്നു ഹല്ലേലൂയ. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 31-32 വാക്യം. ആമേൻ. കർത്താവ് എന്നേക്കും തള്ളിക്കളയുന്ന ദൈവമല്ല. ഹല്ലേലൂയ. ആമേൻ. അവൻ ദുഃഖിപ്പിച്ചാലും തന്റെ മഹാകൃപ
മഹാകൃപപ്രകാരം കരുണ കാണിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. വിലാപങ്ങളുടെ പുസ്തകം ആമേൻ അതേ 3-ാം അധ്യായം ആമേൻ 31-32 വാക്യം വേഗത്തിൽ വായിച്ചാൽ. ഹല്ലേലൂയ. കർത്താവ് എന്നേക്കും തള്ളിക്കളയില്ലല്ലോ. അവൻ ദുഃഖിപ്പിച്ചാലും തന്റെ മഹാദയയ്ക്ക് ഒത്തവണ്ണം ആമേൻ എന്ത് ചെയ്യുന്നു? അവന് കരുണ തോന്നുന്നു. ഹല്ലേലൂയ. നോക്കിക്കേ, ആമേൻ ദുഃഖിപ്പിച്ചാലും ആമേൻ തന്റെ മഹാകൃപപ്രകാരം കരുണ കാണിക്കും. ഇന്ന് രാത്രി ആമേൻ അതേ ചില കാര്യങ്ങളിലൊക്കെ ദുഃഖം ആമേൻ ഹല്ലേലൂയ അനുഭവിക്കുന്നുണ്ടെങ്കിലും ആമേൻ അവൻ നമ്മെ ദുഃഖിപ്പിച്ചാലും തന്റെ മഹാകൃപപ്രകാരം കരുണ കാണിക്കുന്നവനാണ്. ഹല്ലേലൂയ. അപ്പൊ ദൃശ്യമണ്ഡലത്തിൽ ആമേൻ നീ പ്രത്യാശ കാണാത്തെടുത്ത് ഹല്ലേലൂയ ആമേൻ അദൃശ്യ മണ്ഡലത്തിൽ ദൈവം ഒരു വഴി ഒരുക്കിയിരിക്കുന്നു. ആമേൻ ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നവർ ആമേൻ ആ കരമുയർത്തി കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ എബ്രായ ലേഖനത്തിൽ ആമേൻ നാം പലപ്പോഴും വായിച്ചിട്ടുള്ള വേദഭാഗമുണ്ട്. ആമേൻ 12-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. ഹല്ലേലൂയ. ആമേൻ അത് ദൈവത്തോട് ഒപ്പം ഇരിക്കുക. ഹല്ലേലൂയ. ആമേൻ നമ്മുടെ യോഗ്യത എന്താണ്? ഹല്ലേലൂയ. അദൃശ്യ മണ്ഡലത്തിൽ ദൈവം ഒരു വഴി എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുക്കിയിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആ വഴിയെ കുറിച്ച് ആമേൻ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇതാണ്. എല്ലാവരോടും സമാധാനവും ശുദ്ധീകരണവും അന്വേഷിപ്പി. ഹല്ലേലൂയ. അത് കൂടാതെ ആരും കർത്താവിനെ എന്ത് ചെയ്യത്തില്ല? കാണുകയില്ലെന്ന്. അപ്പൊ എല്ലാവരോടും സമാധാനത്തോടായിരിക്കാനിടയാകാം. ഹല്ലേലൂയ. ആമേൻ. ശുദ്ധീകരണം കൂടാതെ കണ്ട് ആർക്കും ദൈവത്തെ എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആമേൻ അതേ ശുദ്ധീകരണം ആമേൻ ഇന്ന് രാത്രി ആമേൻ സമാധാനവും ശുദ്ധീകരണവും ആമേൻ ഹല്ലേലൂയ ഇത് അന്വേഷിക്കാൻ ആരുണ്ട്? ഹല്ലേലൂയ. അത് കൂടാതെ ആരും കർത്താവിനെ എന്ത് ചെയ്യില്ല? കാണുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. വിശുദ്ധി. എന്താ വിശുദ്ധി? അതിന്റെ അർത്ഥം എന്താ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തോടൊപ്പം ഇരിക്കാൻ ആമേൻ തയ്യാറായ ജീവിതം, അതാണ് വിശുദ്ധി. ഹല്ലേലൂയ. ആമേൻ. സങ്കീർത്തനം ആമേൻ 24-ന്റെ 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ യഹോവയുടെ പർവ്വതത്തിൽ ആമേൻ കയറുവാൻ ആർക്ക് കഴിയും? സ്തോത്രം. അവന്റെ വിശുദ്ധ സ്ഥാനത്ത് നിൽക്കുവാൻ ആർക്ക് കഴിയും? ആമേൻ. ശുദ്ധ ഹൃദയനും നിഷ്കളങ്ക കൈയുള്ളവനും മാത്രമേ ആമേൻ അവിടെ ആയിരിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. വായിച്ചേ. യഹോവയുടെ പർവ്വതത്തിൽ ആമേൻ ആർ കയറും? അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും? അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും? വെടിപ്പുള്ള കയ്യും വെടിപ്പുള്ള കയ്യും നിർമ്മല ഹൃദയവുമുള്ളവൻ വ്യാജത്തിന് മനസ്സ് വെക്കാതെയും വ്യാജത്തെ മനസ്സ് വെക്കാതെ കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. ഹല്ലേലൂയ. അപ്പോ നീ ദൈവത്തോടൊപ്പം ഇരിക്കുവാൻ തീരുമാനിച്ചാൽ ആമേൻ അദൃശ്യ മണ്ഡലത്തിൽ ദൈവം നിന്റെ പക്ഷത്ത് ഇരിക്കും. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. നീ ദൈവത്തോടൊപ്പം ആമേൻ എവിടെ? ഈ ദൃശ്യമായ ലോകത്ത്. ഹല്ലേലൂയ. ഈ ദുഷ്ടത നിറഞ്ഞ ലോകത്ത്. ആമേൻ. ഈ പാപാകുലമാകുന്ന ലോകത്ത്. ആമേൻ. നീ വിശ്വാസത്താൽ. ഹല്ലേലൂയ. ആമേൻ. ദാനിയേലും യോസേഫും ഒക്കെ ഈ ദൃശ്യമാകുന്ന ലോകത്ത് ആമേൻ അവരെ കളങ്കപ്പെടുത്തുന്ന, അവരെ മലിനപ്പെടുത്തുന്ന, അവരെ അശുദ്ധമാക്കുന്ന ആമേൻ സകലതുമുള്ള ലോകത്ത്. ഹല്ലേലൂയ. അവർ ആമേൻ വിശ്വാസത്താൽ ആമേൻ ഹല്ലേലൂയ അതേ ദൃശ്യമണ്ഡലത്തിൽ ആമേൻ ജീവിപ്പാൻ ഇടയായപ്പോൾ അദൃശ്യ മണ്ഡലത്തിൽ ദൈവം അവരുടെ പക്ഷത്ത് ഇരിപ്പാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ആമേൻ ദൈവത്തോടൊപ്പം ഇരിക്കുവാൻ ആര് തീരുമാനിക്കുന്നുവോ ആ നിമിഷം മുതൽ അദൃശ്യ മണ്ഡലത്തിൽ ദൈവം നിന്റെ പക്ഷത്തിരിക്കും. ഹല്ലേലൂയ. ആമേൻ. അദൃശ്യ മണ്ഡലത്തിലായിരിക്കുന്ന ദൈവം തന്റെ ആത്മാ
ആത്മാവിനാൽ ദൃശ്യമണ്ഡലത്തിലായിരിക്കുന്ന നമ്മെ ശക്തീകരിക്കും, നമ്മെ ബലപ്പെടുത്തും. ഹല്ലേലൂയ, ആമേൻ. അദൃശ്യ മണ്ഡലത്തിൽ നിന്നുള്ള ആമേൻ അതേ ദൈവിക പ്രവൃത്തി. ഹല്ലേലൂയ. അതേ കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യത്തിൽ ആമേൻ അവൻ നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ പ്രിയ പുത്രന്റെ രാജ്യത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ശ്രദ്ധിച്ചേ, കൊലോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം ആമേൻ അതിന്റെ 13-ാം വാക്യം. ഹല്ലേലൂയ. അവൻ നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും വിടുവിച്ച തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. ഹല്ലേലൂയ. നാം ആമേൻ നമ്മെ ഈ അനുഭവത്തിലേക്ക് നയിച്ച ദൈവത്തിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അപ്പോ ഹല്ലേലൂയ ആ അനുഭവത്തിലേക്ക് ആക്കിയിരിക്കുന്ന ഹല്ലേലൂയ ആമേൻ ജീവിതങ്ങളെ ബന്ധനം അല്ലെ ഇന്നത്തെ ആമേൻ ഒരു കൂട്ടം ആളുകളുടെ ആമേൻ ജീവിതത്തിൽ ആമേൻ ബന്ധനം ആമേൻ ബന്ധനമാണ്, ബന്ധനമുണ്ട്, ബന്ധനം അഴിക്കുന്നവരുമുണ്ട്. അല്ലേ? ഹല്ലേലൂയ. ഭയം ആമേൻ, പാപ ചങ്ങല ഹല്ലേലൂയ, ഇവയെല്ലാം ആമേൻ ദൃശ്യ മണ്ഡലത്തിൽ തോന്നിയാലും ആമേൻ ഹല്ലേലൂയ ഇവയെല്ലാം ദൃശ്യ മണ്ഡലത്തിൽ തോന്നിയാലും ആമേൻ വേരുകൾ അദൃശ്യ മണ്ഡലത്തിലാണ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ആമേൻ പാപം ഹല്ലേലൂയ, ബന്ധനം ഹല്ലേലൂയ, ഭയം ഇവയെല്ലാം ദൃശ്യമണ്ഡലത്തിൽ കാണത്തക്ക വിധത്തിൽ ആമേൻ നമുക്ക് തോന്നിയാലും ആമേൻ ഇതിന്റെ വേരുകൾ അദൃശ്യമണ്ഡലത്തിലാണ്. ആമേൻ വിശുദ്ധ ബൈബിളിൽ ആമേൻ വ്യക്തമായി പറയുന്നു. ആമേൻ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം ആമേൻ അതിന്റെ 36-ാം വാക്യം. ആമേൻ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 36-ാം വാക്യം. ആമേൻ എന്താണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സത്യമായും സ്വതന്ത്രരാകുമെന്ന്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഇന്ന് ആമേൻ നമ്മെ സ്വതന്ത്രരാക്കുന്ന ആമേൻ നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്ന ദൈവം ആമേൻ തന്റെ പുത്രനിലൂടെ ഹല്ലേലൂയ ആമേൻ സ്വാതന്ത്ര്യം നൽകിയ ആമേൻ വാസ്തവമായും നാം സ്വതന്ത്രരാകും, സത്യമായും സ്വതന്ത്രരാകും എന്ന വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് ദൈവം ആമേൻ അതേ ചിലരെ ആ അനുഭവത്തിലേക്ക് നയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രി ചില വിടുതലുകൾ ആമേൻ ദൈവം അയച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഇന്ന് ദൃശ്യമണ്ഡലത്തിൽ ആമേൻ നിന്നെ തകർക്കുന്ന ആമേൻ നിന്നെ നശിപ്പിക്കുന്ന നിന്റെ നന്മയെ തടയുന്ന ചിലതൊക്കെ നീ കാണത്തക്ക വിധത്തിൽ ചിലരൊക്കെ ചിലത് ചെയ്യുന്നുണ്ടെങ്കിലും ആമേൻ നീ ഭയപ്പെടേണ്ട. ആമേൻ ദൃശ്യമണ്ഡലത്തിൽ ആമേൻ വചനത്തിൽ വേരൂന്നി നിൽക്കുന്ന, വചനത്തിൽ വേരുറച്ച് നിൽക്കുന്ന, ക്രിസ്തുവെന്ന തലയോളം വളരുവാൻ അതേ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന നിന്റെ കണ്ണുകളുടെ മുമ്പിൽ ദൃശ്യലോകത്ത് ആമേൻ അതേ നിന്നെ തകർക്കുന്ന പലതും നീ കാണുന്നുണ്ടെങ്കിൽ ആമേൻ ദൃശ്യലോകത്ത് വിശ്വാസത്തിൽ വചനത്തിൽ നിലനിൽക്കുന്ന നിനക്ക് വേണ്ടി അദൃശ്യമണ്ഡലത്തിൽ ആമേൻ ശക്തമായി ആമേൻ അതേ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി ഹല്ലേലൂയ അദൃശ്യമണ്ഡലത്തിൽ വേരുകൾ ഉറപ്പിച്ചിട്ട് ആമേൻ ഹല്ലേലൂയ ദൃശ്യലോകത്തിൽ നിന്നെ തകർക്കാൻ നോക്കുന്ന സകലതിനെയും തകർത്ത് നിന്നെ ദൃശ്യലോകത്ത് ആമേൻ അദൃശ്യനായ ദൈവം ആമേൻ തന്റെ ദൂതന്മാരെ അയച്ച് വിടുവിപ്പാൻ അവൻ ശക്തനാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ, ആമേൻ. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ ആമേൻ അതേ ഇങ്ങനെ വായിക്കുന്നു: ഭൂമിയിലെ നമ്മുടെ കൂടാരം നശിച്ചാൽ ദൈവത്തിന്റെ
നിന്നുള്ള നിത്യവാസം ഹല്ലേലൂയ നമ്മെ എന്ത് ചെയ്യുന്നു? കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഈ ലോകം അവസാനമല്ല പ്രിയരെ, നിത്യതയാണ് നമ്മുടെ ലക്ഷ്യം. ഹല്ലേലൂയ. ആമേൻ. ഭൂമിയിലെ നമ്മുടെ കൂടാരം, ഹല്ലേലൂയ, കൂടാരമായ നമ്മുടെ ഭവനം, ഹല്ലേലൂയ, അഴിഞ്ഞു പോയാലും അഴിയപ്പെടാത്ത, ഹല്ലേലൂയ, ആമേൻ, നിത്യമായി നിലനിൽക്കുന്ന, ആമേൻ, ആ ദൈവിക ഭവനത്തിൽ ആമേൻ നാം എത്തി അവനോടൊപ്പം നിത്യ കാലം ആയിരിക്കുന്ന ആ നല്ല സുദിനത്തിലേക്ക് ദൈവം നമ്മെ ആമേൻ വിളിക്കുകയാണ്. ദൈവം നമ്മെ നയിക്കുകയാണ്. അതിനായി നമ്മെ ഒരുക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ അപ്രകാരം വായിക്കുന്നത്. ആമേൻ. ഭൂമിയിലെ നമ്മുടെ കൂടാരം നശിച്ചാൽ ദൈവത്തിൽ നിന്നുള്ള നിത്യവാസം നമ്മെ എന്ത് ചെയ്യുന്നു? കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഈ ലോകം അവസാനമല്ല. ആമേൻ. നിത്യതയാണ് നമ്മുടെ ലക്ഷ്യം. ഹല്ലേലൂയ. യോഹന്നാന്റെ ആമേൻ സുവിശേഷം 14-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ആമേൻ. എന്റെ പിതാവിന്റെ ആമേൻ വീട്ടിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. അല്ലേ? എന്റെ പിതാവിന്റെ ആമേൻ ഹല്ലേലൂയ ആമേൻ വീട്ടിൽ ആമേൻ വാസസ്ഥലങ്ങളുണ്ട്. അനേക വാസസ്ഥലങ്ങൾ. ഹല്ലേലൂയ. ആമേൻ. ഞാൻ നിങ്ങൾക്കായി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. ആമേൻ. യേശു കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്യുമ്പോൾ തന്റെ ശിഷ്യന്മാര് നോക്കി നിൽക്കുന്നത് കണ്ടിട്ട് കർത്താവ് ഇങ്ങനെ ചോദിച്ചു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതെന്താ? നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്യുന്ന യേശു പോയതുപോലെ വീണ്ടും മടങ്ങി വരും. ഹല്ലേലൂയ. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 2 ആമേൻ 3 വാക്യം വേഗത്തിൽ വായിച്ചു. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളൂ. ഹല്ലേലൂയ. അപ്പൊ സ്ഥലമൊരുക്കുവാനായിട്ട് നമ്മുടെ കർത്താവ് പോയിരിക്കുന്നു. ഹല്ലേലൂയ. നീ ദൈവത്തോടൊപ്പം ഇവിടെ ഇരിക്കുന്നുവെങ്കിൽ അവിടെയും നീ അവനോടൊപ്പം ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ഞാൻ എന്റെ വാക്കുകൾ ആമേൻ ഉപസംഹരിക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ആത്മാവ് പ്രവചനാത്മാവിൽ ചിലരോട് ഇടപെടുവാൻ പോകുകയാണ്. നീ ആമേൻ ദുഷ്ടനോടും പാപിയോടും പരിഹാസിയോടും ഒപ്പമാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ ഹല്ലേലൂയ നിനക്ക് നിത്യതയിൽ സീറ്റില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നീ ഈ ലോകമാകുന്ന യാത്രയിൽ മായയാകുന്ന ഈ ദൃശ്യ ലോകത്ത് ഹല്ലേലൂയ ആമേൻ നീ ദുഷ്ടന്റെ കൂടെ ഇരിക്കാനാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ, നീ പാപിയുടെ കൂടെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നതെങ്കിൽ, നീ പരിഹാസിയുടെ കൂടെയാ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ആമേൻ ഇവിടം കൊണ്ട് ജീവിതം തീരുന്നില്ല. ഇതിനപ്പുറത്ത് ആമേൻ ആ നിത്യമായ ആ ഭവനത്തിൽ ആമേൻ നിനക്ക് പ്രവേശിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ ഈ ദൃശ്യമാകുന്ന ലോകത്തിൽ ആമേൻ ജീവിക്കുവാൻ ആമേൻ കൃപ ലഭിച്ച ആമേൻ അവസരം ലഭിച്ച ആമേൻ എന്റെ പ്രിയപ്പെട്ടവരെ, നീ ദൈവത്തോടൊപ്പം ഇവിടെ ഇരിക്കുന്നുവെങ്കിൽ അവിടെയും നീ അവനോടൊപ്പം ഇരിക്കും. ഹല്ലേലൂയ. ഇന്ന് ഈ രാത്രിയിൽ ആമേൻ ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. നീ കാണുന്നതല്ല നിന്റെ അവസാന സത്യം. ഹല്ലേലൂയ. കാണാത്ത ദൈവത്തിന്റെ കൈകൾ ഇപ്പോൾ ആമേൻ നിന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. അതെ, ദൃശ്യമണ്ഡലത്തിൽ വാതിലുകൾ അടഞ്ഞതായി തോന്നിയാലും അദൃശ്യമണ്ഡലത്തിൽ ദൈവം നിനക്കായി വാതിലുകൾ തുറക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ദാനിയേൽ കാണുന്നത് ആമേൻ സിംഹത്തിന്റെ ഗുഹയാണ്. ഹല്ലേലൂയ. ആമേൻ. ദാനിയേൽ കാണുന്നത് സിംഹത്തിന്റെ ഗുഹ മാത്രമല്ല,
സിംഹത്തെയും കാണുകയാണ്. ആമേൻ. ദാനിയേല് സിംഹത്തിന്റെ ഗുഹയും ദാനിയേല് സിംഹത്തെയും കാണുക മാത്രമല്ല, ആമേൻ, ആ ഗുഹയ്ക്കകത്ത്, ആമേൻ, ആ സിംഹത്തിന്റെ കൂടെ ഒരു രാത്രി, ആമേൻ, സമയം ചെലവഴിക്കുകയാണ്. ഹല്ലേലൂയ. തികച്ചും, ആമേൻ, ബന്ധിക്കപ്പെട്ട അവസ്ഥ, തികച്ചും ഭയപ്പെടുത്തുന്ന അവസ്ഥ, എന്തും സംഭവിക്കാമെന്നുള്ള, ആമേൻ, ഭയവും ആ ഭയാനകവുമായ അനുഭവത്തിൽ അവൻ കാണുന്നത്, ആമേൻ, രാജാവും അണികളുമാണ്. പക്ഷേ അവന് ഒരു ഉറപ്പുണ്ട്. ആമേൻ, ഇന്നലകളിൽ രാജാവ് കൊടുക്കുന്ന വീഞ്ഞുകൊണ്ടോ, ആമേൻ, രാജാവ് കൊടുക്കുന്ന ആഹാരം കൊണ്ടോ അശുദ്ധനാക്കാതെ വിശുദ്ധിക്ക് വേണ്ടി നിന്ന്, ആമേൻ, എനിക്ക് വേണ്ടി അദൃശ്യ മണ്ഡലത്തിൽ, ആമേൻ, ഒരുവനുണ്ട്. അവൻ തന്റെ ആത്മാവിനാൽ, ഹല്ലേലൂയ, തന്റെ ദൂതന്മാരെ, ഹല്ലേലൂയ, തന്നെ ഭയപ്പെടുന്ന തന്റെ ഭക്തന്മാർക്ക് വേണ്ടി, ആമേൻ, തന്റെ ദൂതനെ അയക്കുന്ന ദൈവം. അതുകൊണ്ടാണ് ദാനിയേലിനോട് രാജാവ് ചോദിച്ചത്, ആമേൻ, നിന്റെ ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് സിംഹത്തിന്റെ വായെ അടച്ചുവോ? ആമേൻ, ഇത്ര വലിയ വിപത്തിൽ നിന്ന് നിന്റെ ദൈവം നിന്നെ വിടുവിച്ചുവോ? ഇന്ന് രാത്രിയിലും, ആമേൻ, നിനക്ക് വേണ്ടി തന്റെ ദൂതനെ, ആമേൻ, അദൃശ്യ മണ്ഡലത്തിൽ നിന്ന് ദൃശ്യമായ മണ്ഡലത്തിലേക്ക് അയച്ച് നിന്നെ തകർക്കുമെന്ന്, ആമേൻ, ഗർജിക്കുന്ന സിംഹം എന്ന പോലെ, ആരെ വിഴുങ്ങണ്ടെന്ന് അലറുന്ന സിംഹം എന്ന പോലെ, ആമേൻ, ദൃശ്യ ലോകത്ത് നിന്റെ നന്മയെ അപഹരിക്കുക, നിന്റെ ആരോഗ്യത്തെ ഇല്ലാതാക്കുക, നിന്റെ ശരീരത്തെ ഇല്ലാതാക്കുക, ദൈവം നൽകിയ ആയുസിന്റെ മധ്യത്തിൽ നിന്നെ തകർത്തു കളയുക. പതിയിരിക്കുന്ന പൈശാചിക മേഖലകളെ ഇന്ന് രാത്രി, ആമേൻ, വിശുദ്ധിക്ക് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി, വചനത്തിന് വേണ്ടി നിലനിൽക്കുന്ന നിനക്ക് വേണ്ടി, ഹല്ലേലൂയ, ആമേൻ, ദൂതനെ അയക്കുന്ന രാത്രി, തന്റെ ആത്മാവിനെ അയച്ച്, ആമേൻ, ദൈവത്തിന്റെ ആ വചനത്തെ അയച്ച് ഇന്ന് രാത്രി, ആമേൻ, നിനക്ക് വേണ്ടി സ്വർഗ്ഗം വൻ കാര്യങ്ങൾ ചെയ്യുന്നു. അത് വിശ്വസിക്കുന്നവർ കരമടിച്ചെന്നോട് ചേർന്ന് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, ആമേൻ, നിന്റെ ഭാവിക്കെതിരെ, നിന്റെ കുഞ്ഞുങ്ങളുടെ ഐക്യതയ്ക്കെതിരെ, ആമേൻ, നിന്റെ കുഞ്ഞുങ്ങളുടെ, ആമേൻ, നന്മയ്ക്കെതിരെ, അവരുടെ നിത്യതയ്ക്കെതിരെ, അവരുടെ ആത്മീയ ജീവിതത്തിനെതിരെ, ആമേൻ, ദൃശ്യ ലോകത്തിൽ, ആമേൻ, ഹല്ലേലൂയ, കോളിളക്കം സൃഷ്ടിക്കുന്ന ചില പൈശാചിക മേഖലകളുടെ അടിത്തറകളെ ഇന്ന് രാത്രി സ്വർഗ്ഗത്തിന്റെ ദൂതനെ അയച്ച് നിനക്ക് വേണ്ടി, ഹല്ലേലൂയ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, ഹല്ലേലൂയ, ഓ, ദൈവം വൻ കാര്യങ്ങൾ ചെയ്യുന്നു. ഹല്ലേലൂയ. അദൃശ്യ മണ്ഡലത്തിൽ ദൈവം നിനക്കായി വാതിലുകൾ തുറക്കുന്നു. ഹല്ലേലൂയ. നീ നിഷേധിച്ച, ആമേൻ, ഹല്ലേലൂയ, മനുഷ്യൻ അത് നിഷേധിച്ച അവസരങ്ങൾ ദൈവം, ആമേൻ, നിത്യ പദ്ധതിയാക്കി മാറ്റുന്നു. ഹല്ലേലൂയ. ആമേൻ, ദൈവം നിത്യ പദ്ധതിയാക്കി മാറ്റുന്നു. ഹല്ലേലൂയ. ആമേൻ, ഭയം നിന്നെ നിയന്ത്രിച്ചിരുന്നെടുത്ത് ഇന്ന് വിശ്വാസം എഴുന്നേൽക്കുന്നു. ഇന്ന് രാത്രി ചിലരോട് പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുകയാണ്. ഹല്ലേലൂയ. ഭയം നിന്നെ നിയന്ത്രിച്ചിരുന്നെടുത്ത് ഇന്ന് വിശ്വാസം, ആമേൻ, വിശ്വാസത്താൽ ചില മേഖലകളെ പിടിച്ചെടുക്കുവാൻ പരിശുദ്ധാത്മാവ്, ഓ, നിന്നെ ശക്തീകരിക്കുകയാണ്. പ്രാർത്ഥനയിൽ, ഓ, ശക്തിപ്പെടുവാൻ, ഹല്ലേലൂയ, ശുശ്രൂഷയിൽ ശക്തിപ്പെടുവാൻ, ഹല്ലേലൂയ, വിശ്വാസത്തിൽ ശക്തിപ്പെടുവാൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭയം നിന്നെ നിയന്ത്രിച്ചിരുന്നെടുത്ത് വിശ്വാസം എന്ത് ചെയ്യുന്നു? എഴുന്നേൽക്കുന്നു. ഹല്ലേലൂയ. താൽക്കാലിക നഷ്ടങ്ങൾ നിത്യ മഹത്വത്തിന് വഴിയൊരുക്കുന്നു. ആമേൻ. എത്ര പേർ ആമേൻ പറഞ്ഞ് ദൂത സ്വീകരിക്കുവാനിടയാണ്? ഹല്ലേലൂയ. ആമേൻ. നീ യഹോവയെ, ആമേൻ, അന്വേഷിക്കുന്നതിനാൽ ഒരു നന്മയ്ക്കും നിന്നിൽ കുറവുണ്ടാകുകയില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. നീ ദൈവത്തെ, ആമേൻ, ഹല്ലേലൂയ, അന്വേഷിക്കുന്നതിനാൽ, ഹല്ലേലൂയ, നീ യഹോവയെ അന്വേഷിക്കുന്നതിനാൽ ഒരു നന്മയ്ക്കും നിന്നിൽ കുറവുണ്ടാകുകയില്ല. ആമേൻ. കാണാത്ത സൈന്യങ്ങൾ നിന്റെ ചുറ്റും കാവലായി നിൽക്കുന്നു. ഹല്ലേലൂയ. ഇന്നു മുതൽ നീ ഒറ്റയ്ക്കല്ല കേട്ടോ. ഹല്ലേലൂയ. ഓ, നീ പറയുന്നു, ആമേൻ, എന്റെ പ്രിയപ്പെട്ടവർ എന്നെ മറന്നു, എന്നെ കൈവിട്ടു. ഹല്ലേലൂയ. എന്റെ നല്ല പ്രായം ഞാൻ ഇന്നോർക്കൊക്കെ വേണ്ടിയിട്ട്
മാറ്റിവെച്ചു. പക്ഷേ ഇപ്പോ അവരൊക്കെ എന്നെ കൈയൊഴിഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി അങ്ങനെ ആയിരിക്കുന്ന ആമേൻ പ്രിയപ്പെട്ടവരോട് സ്വർഗത്തിലെ ദൈവം പറയുന്നു, ഹല്ലേലൂയ, നീ യഹോവയെ അന്വേഷിക്കുന്നതിനാൽ ഒരു നന്മയ്ക്കും നിന്നിൽ കുറവുണ്ടാകുകയില്ല. കാണാത്ത സൈന്യങ്ങൾ നിന്റെ ചുറ്റും കാവലായി നിൽക്കുന്നുണ്ട്. ഇന്നു മുതൽ നീ ഒറ്റയ്ക്കല്ല. ആമേൻ, ദൈവം നിന്നോടൊപ്പമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഇത് ഞാൻ ആഗ്രഹമായി അല്ല, പ്രവചനമായി പ്രഖ്യാപിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ചാട്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. സ്നേഹവാനും പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവ്, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവിന്റെ നാമത്തിൽ കർത്താവേ, ഇന്നു മുതൽ ഇനിയുള്ള നാളുകളിൽ ഈ ദൃശ്യലോകത്ത് ഞങ്ങൾ ദുഷ്ടന്മാരുടെ കൂടെയോ പാപികളുടെ കൂടെയോ പരിഹാസികളുടെ കൂടെയോ ഈ ലോകത്തോടൊപ്പമോ ആമേൻ ആയിരിക്കാതെ ഇന്നലകളിൽ ഈ ലോകക്കാരെ പോലെ ചിന്തിച്ചു, ഈ ലോകക്കാരെ പോലെ നിരൂപിച്ചു, ഈ ലോകക്കാരിൽ ഒരുവനായി ആമേൻ ഉയരുവാനൊക്കെ ആമേൻ ശ്രമിച്ചതും എല്ലാം ഇന്ന് രാത്രി അവിടുത്തെ സന്നിധിയിൽ ഏറ്റുപറയുകയാണ്. കർത്താവേ, ദൃശ്യമണ്ഡലത്തിലെ എല്ലാ ബന്ധനങ്ങളും കർത്താവേ തകരട്ടെ. അദൃശ്യ മണ്ഡലത്തിൽ അവിടുന്ന് ഞങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്നുവെന്ന് ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞ് ആത്മാവിൽ പുതുക്കം പ്രാപിച്ചു കർത്താവേ, തീരുമാനത്തോടെ പ്രതിഷ്ഠയോടെ അവിടുത്തെ സന്നിധിയിൽ ഇന്ന് രാത്രി ആയിരിക്കുന്ന ജീവിതങ്ങളെ അവിടുന്ന് തന്റെ ദൂതന്മാരെ അയച്ച് വിടുവിക്കണമേ, സൂക്ഷിക്കണമേ, പരിപാലിക്കണമേ. ഇന്ന് രാത്രി വചനം കേട്ട എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, മേരി ജോർജിക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൃശ്യ ലോകത്ത് ആമേൻ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ആമേൻ എല്ലാ പോരാട്ടങ്ങളെയും ആമേൻ അതിജീവിക്കുവാൻ അദൃശ്യ മണ്ഡലത്തിൽ ആയിരിക്കുന്ന ദൈവത്തിന്റെ ആ വലിയ സാന്നിധ്യം ഈ ദൃശ്യലോകത്തിലേക്ക് അവിടുത്തെ ആത്മാവിനാൽ അയച്ച് കർത്താവേ, അവിടുന്ന് ഞങ്ങളെ ശക്തീകരിക്കുകയും വഴിയൊരുക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവമാകിയ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഈ ദൃശ്യ ലോകത്ത് ആമേൻ ദാനിയേലിനും യോസേഫിനും ഏലിയാവിനും ശദ്രക്കും മേശക്കും അബേദ്നെഗോവിനും ഒക്കെ ആമേൻ ശക്തമായ ആമേൻ പോരാട്ടം ആമേൻ ഉണ്ടായപ്പോൾ അവിടുന്ന് അദൃശ്യ ലോകത്തിൽ നിന്ന് ആമേൻ തന്റെ ദൂതന്മാരെ അയച്ച് ഹല്ലേലൂയ കർത്താവേ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തിയതുപോലെ കർത്താവേ, ഈ പുതിയ നിയമ കാലഘട്ടങ്ങളിൽ ആമേൻ ഹല്ലേലൂയ അവിടുത്തെ ആത്മാവിനെ അയച്ച് ഹല്ലേലൂയ അവിടുന്ന് ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന മറ്റെല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. എബി ജോണിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രിയ മകനായിരിക്കുന്നിടത്ത് സൂക്ഷിക്കണമേ, പരിപാലിക്കണമേ. ലിസി യോഹന്നാനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വലിയ സാന്നിധ്യം അവരോട് കൂടെ ഇരിക്കണമേ. ശുശ്രൂഷകളിൽ, തലമുറകളിൽ, സമസ്ത മേഖലകളിൽ കർത്താവേ, ആ ദൃശ്യനായ ദൈവത്തിന്റെ ആ വലിയ സാന്നിധ്യം കർത്താവ് പകർന്ന് അവിടെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസനെ ജോസ് പാസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ദൃശ്യമാകുന്ന ലോകത്ത്, മായയാകുന്ന ലോകത്ത് കർത്താവേ ആയിരിക്കുമ്പോൾ കർത്താവേ, ശരീരത്തെയും മനസ്സിനെയും കർത്താവേ, ശുശ്രൂഷ മേഖലകളെയും എല്ലാം വെല്ലുവിളിച്ച് ആമേൻ ഒതുക്കുന്ന എല്ലാ മേഖലകളെയും ആമേൻ ആമേൻ അദൃശ്യ ലോകത്തിൽ നിന്ന് ദൂതന്മാരെ അയച്ച് തന്റെ ആമേൻ അതേ വചനത്തിൽ ഭയപ്പെടുന്നവരെ വിടുവിച്ച സ്വർഗത്തിലെ ദൈവമേ, ഇന്ന് രാത്രി അവിടുത്തെ ആ വചനത്തിന്റെ ശക്തിയെ അവിടുത്തെ ദൂതന്മാരെ അയച്ച് കർത്താവേ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. കർത്താവേ,
ഹല്ലേലൂയ. കർത്താവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവേ മറ്റ് ആമേൻ ഹല്ലേലൂയ ലിങ്ക് വഴി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവരെയും അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഷീജയ്ക്കായി പ്രാർത്ഥിക്കുന്നു, റൂഹമ്മയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ നിന്റെ വലിയ പ്രവൃത്തി കൂടെ ഇരിക്കണമേ. ഹല്ലേലൂയ. ഏറിയ നന്മകളാൽ നിറയ്ക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ആത്മഹത്യയുടെ വക്കിലായിരിക്കുന്ന, ആത്മഹത്യയെ കുറിച്ച് ചിന്തിപ്പിക്കുന്ന, ദൃശ്യമായ ലോകത്തിൽ പരാജയങ്ങളും നഷ്ടങ്ങളും കഷ്ടങ്ങളും ആമേൻ കടന്നു വരുമ്പോൾ ജീവിതം സ്വയം അവസാനിപ്പിക്കത്തക്ക വിധത്തിൽ ആമേൻ അതേ സ്വർലോകങ്ങളിലും ആമേൻ ഭൂലോകങ്ങളിലും അധോലോകങ്ങളിലും ആമേൻ വ്യാപരിച്ച് ജനത്തെ തകർക്കുന്ന ആമേൻ ദൃശ്യലോകങ്ങളിൽ ഹല്ലേലൂയ കുടിയിരിക്കുന്ന എല്ലാ ഇരുളിന്റെ വ്യാപാര ശക്തിക്കകത്ത് നിന്ന് ഹല്ലേലൂയ ദൃശ്യ ലോകത്തെ എല്ലാ ബന്ധനത്തിനകത്ത് നിന്ന് കർത്താവേ അവിടുന്ന് വിടുവിക്കണമേ, അവിടുന്ന് ശക്തീകരിക്കണമേ, അവിടുന്ന് ബലപ്പെടുത്തണമേ. കർത്താവേ രാത്രി അവിടുന്ന് നൽകിയ ആത്മീയ അധികാരം ഉപയോഗിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കുക. അവിടുത്തെ പുത്രനായ യേശു കർത്താവിൻ നാമത്തിൽ താഴ്മയെ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ. വരും ദിനങ്ങളിൽ ഈ സന്ദേശം ശ്രവിക്കുന്ന ഈ കൂട്ടായ്മയെ കൈത്താങ്ങലാകുന്നു. ഇന്ന് രാത്രിയിലും ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച് എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം എല്ലാ നിലകളിലും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. നമ്മുടെ കർത്താവ് നമുക്കൊരു പ്രത്യാശ നൽകിയിട്ടുണ്ട്. കർത്താവ് താൻ ഗംഭീരനാദം മുഴക്കി മധ്യാകാശത്തിൽ വരുമ്പോൾ കാഹളം മുഴങ്ങുന്ന സമയത്ത് സഭയെടുക്കപ്പെടുന്ന കൂട്ടത്തിൽ ആമേൻ വിശുദ്ധരായി ജീവിക്കുന്ന തന്റെ സഭയെടുക്കപ്പെടും. ആ കൂട്ടത്തിൽ നാമം ആയിരിക്കേണ്ടതിന് വിശുദ്ധ ജീവിതം നയിപ്പാൻ എല്ലാവർക്കും ദൈവം കൃപ ചെയ്യട്ടെ. ആമേൻ. കർത്താവിന്റെ അതിന്റെ കൽപ്പന ലോകത്തൊക്കെയും പോയി സത്യസുവിശേഷം അറിയിക്കണമെന്ന് ആ കൽപ്പന ശിരസ വഹിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ദൈവം നൽകുന്ന ആയുസ്സ് കർത്താവിന്റെ നാമത്തിനു വേണ്ടി നിൽക്കാം, പ്രവർത്തിക്കാം, ശുശ്രൂഷിക്കാം. നിങ്ങൾക്ക് കൂട്ടായ്മ അനുഗ്രഹപ്രദമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിപ്പാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പർ റിക്വസ്റ്റ് ചെയ്യുക. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ പാട്ടിന്റെ വരികൾ ആമേൻ ഒരിക്കൽ കൂടെ ചേർന്ന് പാടി ആമേൻ നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം, നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. നമ്മുടെ കർത്താവ് നല്ലവനാണ്, നമ്മുടെ കർത്താവ് വലിയവനാണ്. ഹല്ലേലൂയ. ദൃശ്യമണ്ഡലത്തിലെ ഹല്ലേലൂയ എല്ലാ ആമേൻ ഭയപ്പെടുത്തുന്ന അനുഭവങ്ങളിൽ നിന്നും ഹല്ലേലൂയ നമ്മെ വിടുവിപ്പാൻ കർത്താവ് ശക്തനാണ്, മതിയായവനാണ്. അതുകൊണ്ട് ഇവിടെ നാം കാണുന്നതിനെ ഭയപ്പെട്ടിരിക്കുവാൻ ഇടയാകാതെ ഹല്ലേലൂയ കാണാത്ത ആമേൻ ഹല്ലേലൂയ നാം കാണാൻ പോകുന്ന ആ പ്രത്യാശയുടെ സ്വീകാര്യത്തെ മുറുകെ പിടിച്ച് നമുക്ക് മുന്നേറാൻ ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ദൃശ്യമണ്ഡലത്തിൽ ഞാൻ നിന്നോടൊപ്പം ഇരിക്കുമ്പോൾ അദൃശ്യമണ്ഡലത്തിൽ നീ എന്നോടൊപ്പം ഇരിക്കുന്നു. കണ്ണുകൾ കാണാത്ത വഴികളിൽ നിന്റെ കൈകൾ എന്നെ നയിക്കുന്നു. താൽക്കാലികമായതല്ല ഞാൻ നോക്കുന്ന വിവിധ്യമായി. വാഗ്ദത്തങ്ങളിലേക്കാണ് എന്റെ ദൃഷ്ടി. കണ്ണീർ വീഴുന്ന രാത്രികളിൽ നിന്റെ സന്നിധി എനിക്ക് പ്രകാശമാണ്. ലോകം വിട്ടുപോയാലും നീ വിട്ടുപോകില്ല. ഭൂമി മാറിയാലും നിന്റെ വചനം മാറില്ല. കാണാത്ത സൈന്യങ്ങൾ എന്നെ ചുറ്റി നിൽക്കുന്നു. നീ എന്റെ പക്ഷത്ത് ഇരിക്കുന്നതുകൊണ്ട് ദൃശ്യമണ്ഡലം വിറച്ചാലും ഞാൻ ഭയപ്പെടില്ല. അദൃശ്യമണ്ഡലത്തിൽ നീ രാജാവായി വാഴുന്നു.